ഫൈബ്രോയിഡ്സ് നമ്മൾ എങ്ങനെയാണ് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ ഡോക്ടർ അഖില, ജീവിത ആയുർവേദത്തിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ഫൈബ്രോയിഡ്സിന് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഫൈബ്രോയിഡ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സിംറ്റംസ്, ലൊക്കേഷൻ, യൂട്രസിൽ അത് എവിടെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ സൈസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഫൈബ്രോയിഡ്സ് എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് പെയിൻ ഭയങ്കര കൂടുതലായിരിക്കാം, ചിലർക്ക് പീരീഡ്സിൻ്റെ സമയത്തുള്ള ബ്ലീഡിങ് ആയിരിക്കാം പ്രശ്നം. അപ്പോൾ ഈ രണ്ട് സിംറ്റം ആണ് യൂഷ്വലി ലേഡീസ് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്. ഇതിനനുസരിച്ച് ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് ആദ്യം കൊടുക്കും. പിന്നീടായിരിക്കും നമ്മൾ ഫൈബ്രോയിഡ്സ് ചുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. ഫൈബ്രോയിഡ്സിന് ചുരുങ്ങാനുള്ള മരുന്നുകളാണെങ്കിൽ പോലും യൂഷ്വലി നമ്മൾ നമ്മുടെ ഒ പിയിൽ കണ്ടുവരുന്നത് ഒരു 3 അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററിൽ സൈസിൽ താഴെയുള്ള ഫൈബ്രോയിഡ്സ് ആണ് യൂഷ്വലി ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് റെസ്പോണ്ട് ചെയ്ത് കണ്ടുവരുന്നത്. സൈസ് ചുരുങ്ങാൻ സാധ്യത കൂടുതലുള്ളത് എപ്പോഴും ഒരു 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററിൽ താഴെ സൈസുള്ളതാണ്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ്സ് വരുന്നത്, ഫൈബ്രോയിഡ്സിൻ്റെ ലൊക്കേഷൻ യൂട്രസിൻ്റെ ഏറ്റവും അകത്ത്, അതുപോലെ യൂട്രസിൻ്റെ നടുക്കത്തെ ലെയറിലുണ്ടാവും. യൂട്രസിൻ്റെ പുറത്തുള്ള ലെയറിലും ഫൈബ്രോയിഡ്സ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിൽ യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയറിലുള്ളതും നടുക്ക് ഉള്ള ലെയറിലുള്ളതുമാണ് കൂടുതൽ നമ്മുടെ മരുന്നുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ്, ഏറ്റവും ഉള്ളിലുള്ളതിന് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്നും നടുക്കുള്ളതിന് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ 2 വെറൈറ്റി ആണ് യൂഷ്വലി നമ്മുടെ മരുന്നുകൾ കഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഏറ്റവും പുറത്തുള്ളതിന് നമ്മൾ സബ്സീറസ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും, ഏറ്റവും പുറത്തെ ലെയറിലുള്ളത്. ഈ സബ്സീറസ് ഫൈബ്രോയിഡ്സ് പൊതുവേ നമ്മുടെ മരുന്നുകൾ കഴിക്കുമ്പോൾ കുറച്ച് അധികം നാൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കണ്ടുവരാറുള്ളൂ. ഒരു 3 മുതൽ 4 സെൻറ്റിമീറ്റർ സൈസിൽ താഴെയുള്ളതും അതുപോലെ യൂട്രസിൻ്റെ ഈ ഉള്ളിലത്തെ 2 ലെയറിലും ഉള്ളതാണ് കുറച്ചുകൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത്. അതുപോലെ തന്നെ എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടി വരും? കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മുതൽ 4 മാസമെങ്കിലും നമ്മൾ നമ്മുടെ മരുന്നുകൾ കഴിക്കുമ്പോഴാണ് യൂഷ്വലി സൈസിലൊരു വേരിയേഷൻ നമ്മൾ കാണുന്നത്. പക്ഷേ ബ്ലീഡിങ്ങും പെയിനും ഒക്കെ മിക്ക കേസുകളിലും 1 മാസം മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ല ചേഞ്ച് നമുക്ക് കാണാറുണ്ട്. എസ്പെഷ്യലി ബ്ലീഡിങ് വരുന്ന കേസുകളിൽ 1 മാസം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ബ്ലീഡിങ് നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ സൈസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചേഞ്ച് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 മുതൽ 4 മാസമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.